ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, പ്രത്യാശയുടെ പ്രഘോഷകരായി, പ്രത്യാശയുടെ ദൂതരായി ജനത്തിൻ്റെ ഇടയിൽ വസിക്കുക എന്ന ആപ്തവാക്യത്തോടെ മിഷൻ ഞായർ കടന്നു വരികയാണ്. നാം ഇന്ന് സാർവത്രിക മിഷൻ ഞായറായി ആഘോഷിക്കുകയാണ്. ഒക്ടോബർ മാസത്തിലെ അവസാനത്തെ ഞായറാഴ്ചയ്ക്ക് മുമ്പുള്ള ഞായറാഴ്ചയായി ഇന്ന് ലോകമെമ്പാടും എല്ലാ ക്രൈസ്തവരും മിഷണറിമാരാണ്, പ്രേക്ഷിതരാണ് എന്ന ആ ബോധ്യത്തെ ഉണർത്തിക്കൊണ്ട് മിഷൻ ഞായർ കടന്നു വന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ മിഷൻ ഞായറിൻ്റെ ഉദ്ദേശം മിഷണന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരുടെ പ്രവർത്തനങ്ങളിൽ അവരെ നമ്മൾ സഹായിക്കുക, കൂടുതൽ മിഷന്മാരുണ്ടാകാൻ വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക, മിഷൻ പ്രവർത്തനത്തിനായി സംഭാവന ചെയ്യുക. ഈ കാര്യങ്ങളെല്ലാമാണ് മിഷൻ സൺഡേ പ്രിയപ്പെട്ടവരെ നമ്മളെ പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുന്നത്. മിഷൻ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ദൗത്യബോധത്തോടെയുള്ള ജീവിതമാണ്. നമ്മൾ ബൈബിളിലേക്ക് നോക്കുമ്പോൾ അബ്രഹാം ജനതകളുടെ പിതാവാകാൻ വിളിക്കപ്പെട്ടു, മോശ ജനതകളുടെ വിമോചകനാകാൻ വിളിക്കപ്പെട്ടു, ദാവീദ് ജനതകളുടെ രാജാവാകാൻ വിളിക്കപ്പെട്ടു, ജെറമ്യ ജനതകളുടെ പ്രവാചകനാകാൻ വിളിക്കപ്പെട്ടു, മാതാവ് ഈശോയുടെ അമ്മയാകാൻ വിളിക്കപ്പെട്ടു, ഈശോനാഥൻ ലോകത്തിൻ്റെ രക്ഷകനാകാൻ അയക്കപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ ലോകത്തിൻ്റെ നാനാഭാഗത്തേക്കും അയക്കുന്ന കാര്യം എല്ലാ സുവിശേഷങ്ങളും രേഖപ്പെടുത്തുന്നുണ്ട്. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നുവെന്ന് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക എന്ന് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ. നിങ്ങൾ ക്രിസ്തുവിന് ജെറുസലേമിലും യൂദയായിലും സമരിയായിലും ലോകത്തിൻ്റെ അതിർത്തികൾ വരെ എൻ്റെ സാക്ഷികളായിരിക്കുമെന്ന് ലൂക്കായുടെ സുവിശേഷത്തിലും അപ്പോസ്തല പ്രവർത്തനങ്ങളിലും. അതേപോലെ തന്നെ ലോകമെങ്ങും പോയി എല്ലാവരോടും സുവിശേഷം പ്രസംഗിക്കുക, സ്നാനപ്പെടുത്തുക, ശിഷ്യത്വത്തിൽ വളർത്തുക എന്ന മത്തായിയുടെ സുവിശേഷത്തിലും പ്രിയപ്പെട്ടവരെ ആഹ്വാനം നൽകപ്പെടുകയാണ്. നമ്മൾ ഓരോരുത്തരും ദൈവത്താൽ വിളിക്കപ്പെടുന്നത് അയക്കപ്പെടാൻ വേണ്ടിയാണ്. ഒരു ക്രൈസ്തവൻ്റെ ജീവിതത്തിൽ ദൈവം വിളിക്കുന്ന അനുഭവത്തിലൂടെ നമ്മൾ ദൈവവുമായി വ്യക്തിബന്ധം സ്ഥാപിക്കുക, നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി മാറുന്നു. അപ്പം അവിടെ ദൈവത്തിൻ്റെ സ്നേഹം നുകർന്ന് ദൈവത്തിൻ്റെ മക്കളായി വളരുവാനുള്ള വിളി, അവിടെയാണ് നമ്മൾ യഥാർത്ഥ വിശ്വാസികളാവുക. എന്നിട്ട് അതേ തുടർന്ന് നമ്മൾ ശിഷ്യത്വത്തിൽ വളരണം. ഈശോയോട് ചേർന്ന് ഈശോയിൽ നിന്ന് പാഠം പഠിച്ച് ഈശോയുടെ മാതൃക സ്വീകരിച്ച് ഈശോയെ ഹൃദയശ്വരനായി പൂജിച്ച് നാഥനും രക്ഷകനുമായി ഏറ്റുപറഞ്ഞ് നമ്മൾ ഈശോയുടെ ശിഷ്യരായി വളരണം. ഈശോയെപ്പോലെ ആയിത്തീരണം. ഈശോയെപ്പോലെ സംസാരിക്കാനും പ്രവർത്തിക്കാനും പെരുമാറാനും ബന്ധപ്പെടാനും പ്രിയപ്പെട്ടവരെ നമ്മൾ ശ്രദ്ധിക്കണം. എന്നിട്ടോ പ്രിയപ്പെട്ടവരെ, നമ്മൾ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുമ്പോഴോ വിശുദ്ധിയിൽ നമ്മൾ വളരുകയാണ്. സമൂഹത്തിൻ്റെ ശുശ്രൂഷയ്ക്കായി നമ്മൾ ശക്തരാക്കപ്പെടുകയാണ്. ലോകത്തെ ദൈവരാജ്യമായി പരിവർത്തനപ്പെടുത്തുവാൻ വേണ്ടി നമ്മൾ ആഹ്വാനം ചെയ്യപ്പെടുകയാണ്, ശക്തീകരിക്കപ്പെടുകയാണ്. ആ രീതിയിൽ പ്രിയപ്പെട്ടവരെ വിശ്വാസികളായിട്ട് തീരുമ്പോൾ, നമ്മൾ ശിഷ്യത്വത്തിലേക്ക് വളരുമ്പോൾ നമ്മൾ അയക്കപ്പെടുന്നത് എന്തിനാണെന്നറിയാവോ? നമ്മൾക്ക് കിട്ടിയത് കൊടുക്കാൻ. ദാനമായി നിങ്ങൾക്ക് ലഭിച്ചു, ദാനമായി കൊടുക്കുവിൻ. ദൈവം നമ്മളെ സ്നേഹിച്ചുവെങ്കിൽ ആ സ്നേഹം മറ്റുള്ളവർക്ക് പകരുവാൻ നാം വിളിക്കപ്പെടുക. ദൈവം നമ്മളെ പഠിപ്പിച്ചുവെങ്കിൽ അത് മറ്റുള്ളവരെ പഠിപ്പിക്കുവാൻ നമ്മൾ അയക്കപ്പെടുക. ദൈവം പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചുവെങ്കിൽ നമുക്ക് രക്ഷ പകർന്നുവെങ്കിൽ രക്ഷ പകരാൻ നമ്മൾ അയക്കപ്പെടുക. ആ രീതിയിൽ ഒരു ക്രൈസ്തവൻ്റെ പ്രധാനപ്പെട്ട കടമയാണ് ഒരു മിഷണറി ആവുക എന്നത്. മിഷണറി എന്ന് പറഞ്ഞാൽ അയക്കപ്പെട്ടവൻ, അപ്പോസ്തലൻ എന്നാണ് അർത്ഥം. ആ രീതിയിൽ പ്രിയപ്പെട്ട രൂപത്തിൽ സഭ തന്നെയും ഒരു അയക്കപ്പെട്ട അനുഭവമാണല്ലോ. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ അയക്കപ്പെടൽ ആരംഭിക്കുന്നത്, മിഷൻ ആരംഭിക്കുന്നത് പരിശുദ്ധ ത്രിത്വത്തിൽ നിന്നാണ്. പിതാവായ ദൈവം ലോകരക്ഷകനായി തൻ്റെ പ്രിയപുത്രനെ അയച്ചു. പിതാവും പുത്രനും ചേർന്ന് പരിശുദ്ധാത്മാവിനെ അയച്ചു. എന്നിട്ട് ആ പുത്രനേകിയ രക്ഷയും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനവും കൂടെ ഉൾച്ചേരുന്ന സഭയുടെ ആത്മാവാണ് പരിശുദ്ധാത്മാവ്. സഭയുടെ കർത്താവാണ് ഈശോനാഥൻ. ഈശോ സാധിച്ച രക്ഷ
എന്നിട്ട് അത് ഏകാൻ വേണ്ടി സഭ അയക്കപ്പെടുകയാണ്. ഇപ്പോൾ പിതാവ് പുത്രനെ അയച്ചു, പിതാവും പുത്രനും ചേർന്ന് പരിശുദ്ധാത്മാവിനെ അയച്ചു, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ചേർന്ന് സഭയെ അയക്കുക. എന്നിട്ട് സഭയിലെ ഓരോ അംഗവും അങ്ങനെ അയക്കപ്പെടുന്നവരാണ്. പിതാവിൻ്റെ സ്നേഹം പകരാൻ, ഈശോ വരുത്തിയ രക്ഷ പങ്കുവയ്ക്കുവാൻ, പരിശുദ്ധാത്മാവിലൂടെ വിശുദ്ധിയുടെ പടവുകൾ താണ്ടാനും മറ്റുള്ളവരെ വിശുദ്ധിയിൽ വളർത്തുവാനും പ്രിയപ്പെട്ടവരെ നമ്മൾ അയക്കപ്പെടുക. സഭയാകുന്ന കൂട്ടായ്മയിൽ എല്ലാവരെയും നമ്മൾ ഒന്നു ചേർക്കണം. എന്നിട്ടോ ഏവരെയും ദൈവരാജ്യ അനുഭവത്തിലേക്ക് നമ്മൾ ആനയിക്കുകയും വേണം. അങ്ങനെ സ്വർഗത്തിൽ കണ്ണും നട്ടി മനുഷ്യവർഗം മുന്നോട്ട് പോകണം. അതിനു വേണ്ടി പ്രവർത്തിക്കുവാനും സംസാരിക്കുവാനും ബന്ധപ്പെടാനും പ്രിയപ്പെട്ടവരെ ജീവിക്കുവാനും അയക്കപ്പെട്ടവരും നിയോഗിക്കപ്പെട്ടവരുമാണ് ഓരോ ക്രൈസ്തവരുമെന്ന ഈ മിഷൻ ഞായർ നമ്മളെ പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുക. നമ്മൾ ഇന്നത്തെ വായനകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മിഷൻ്റെ പല കാര്യങ്ങളും അവിടെ അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. അംലോക്യർ, ഇസ്രയേൽക്കാർ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ അവർ വാഗ്ദത്ത ഭൂമിയിൽ എത്തുന്നതിന് തടസ്സമായി അവർ കണ്ട ആൾക്കാരാണ് ഈ അമലോക്യർ. അപ്പം അവർക്കെതിരെ യുദ്ധത്തിന് പോകാൻ വേണ്ടി മോശ ജോഷുവയെ നിയോഗിച്ചു. യോശുവ യുദ്ധം ചെയ്യുമ്പോൾ മോശയോ മലമുകളിൽ കരങ്ങൾ വിരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കുക. കാരണം ദൈവത്തിൻ്റെ പ്രത്യേക ശക്തി കൂടെയുണ്ടെങ്കിലേ നമുക്ക് നമ്മുടെ പ്രവർത്തനം നടത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അവിടെ മോശയുടെ കൈകൾ തളരുക, ഇടയ്ക്ക് കരങ്ങൾ താഴുമ്പോഴേക്കും ഇസ്രായേൽക്കാർക്ക് പരാജയം വരുമോ? കരങ്ങൾ ഉയരുമ്പോഴാണ് അവർ വിജയിക്കുക. അതുകൊണ്ട് ആ കരങ്ങളെ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി ഈ മോശയുടെ കൂട്ടുകാർ അഹ്റോനും ഹൂറും അവർ രണ്ടുപേരും ആദ്യം ഒരു പാറക്കല്ലിൽ അദ്ദേഹത്തെ ഇരുത്തി, എന്നിട്ട് ഇരുവശത്തും നിന്ന് ആ കരങ്ങൾ ഇങ്ങനെ ഉയർത്തിപ്പിടിക്കുക. ആ രീതിയിൽ പ്രിയപ്പെട്ടവരെ മിഷൻ എന്താണ്? ഒരു വിധത്തിൽ മനുഷ്യവർഗത്തെ തിന്മയുടെ ശക്തിയിൽ നിന്നും മോചിപ്പിക്കുവാൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ നമ്മൾ ഏർപ്പെടുന്നതാണ് മിഷൻ. എന്നാൽ ആ മിഷൻ പ്രവർത്തനം അത് ഫലവത്താകണമെങ്കിൽ അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. മോശയെപ്പോലെ പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥന ഒറ്റയ്ക്കായാൽ അതിന് ശക്തി കുറവാണ്. നേരെ മറിച്ച് അവിടെ ബലഹീനമാകുമ്പോഴും മറ്റുള്ളവരും കൂടെ ചേർന്ന ഒരുമിച്ചുള്ള പ്രാർത്ഥനയാണ്, പങ്കാളിത്തം. അതാണ് അവിടെ അഹ്റോനും ഹൂറും കാണിക്കുക. അപ്പോൾ പ്രിയപ്പെട്ടവർ, ഈ 4 കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും മിഷൻ പ്രവർത്തനത്തിൽ വരിക. തിന്മയെ ചെറുക്കുവാനായിട്ട് നമ്മൾ യുദ്ധത്തിനിറങ്ങുക. അവിടെ യുദ്ധം ചെയ്യാനായിട്ട് ജോഷുവയുടെ ആൾക്കാർ, അവിടെ പ്രാർത്ഥിക്കുവാനായിട്ട് മോശയോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ, പ്രാർത്ഥനയിൽ സഹായിക്കാൻ, അങ്ങനെ സഹകരിക്കാൻ അവിടെ അഹ്റോനും ഹൂറും. ഇപ്പം മിഷൻ പ്രവർത്തനം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്നത്തെ 2ാമത്തെ വായനയിലേക്ക് നോക്കുമ്പോൾ അവിടെ ഈ മിഷൻ പ്രവർത്തനത്തിൻ്റെ യഥാർത്ഥമായ വിഷയം എന്താ? ബൈബിളാണ്, ദൈവവചനമാണ്. ആ ദൈവവചനത്തെ അടിസ്ഥാനമാക്കി ആ ദൈവവചനം പ്രഘോഷിക്കുക എന്നുള്ള ആ വലിയ ഉപദേശമാണ് പ്രിയപ്പെട്ടവരെ പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ശിഷ്യനായ തിമോത്തിക്ക് നൽകുന്നത്. കർത്താവിൻ്റെ വചനം അത് ഉൾക്കൊള്ളണം, എന്നിട്ട് വചനം പകരണം, പ്രഘോഷിക്കണം, വചനമനുസരിച്ച് ജീവിക്കുവാൻ തയ്യാറാകുകയും വേണം. അതാണ് മിഷൻ പ്രവർത്തനം. നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിലേക്ക് നോക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, അത് നമ്മുടെ ഈ വർഷത്തെ ആ മിഷൻ സന്ദേശത്തിൻ്റെ ആ വിഷയം നമ്മളെ പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രത്യാശയുടെ പ്രഘോഷകരായി ജനത്തിൻ്റെ ഇടയിൽ വസിക്കുന്നവരാണ് ക്രൈസ്തവർ. അതായത് പ്രത്യാശ എന്ന് പറഞ്ഞാൽ ഒരിക്കലും അതായത് നീതിരഹിതനായ ഒരു ന്യായാധിപനാണ്. ദൈവത്തെ മാനിക്കുന്നില്ല, മറ്റുള്ളവരെയും മാനിക്കുന്നില്ല. എങ്കിൽ പോലും അവൻ്റെ അടുത്തും പ്രത്യാശയോടെ നിലകൊണ്ട് തൻ്റെ കാര്യം സാധിക്കുക, നീതി നേടിയെടുക്കുക. അതേപോലെ പ്രിയപ്പെട്ടവരെ, നമുക്ക് തടസ്സങ്ങളുണ്ടാവാം, നമ്മളെ തെറ്റിദ്ധരിക്കുന്നവരുണ്ടാകാം, നമ്മളെ അകറ്റി നിർത്തുന്നവരുണ്ടാകാം. നമ്മൾ അതിലൊന്നുമല്ല ശ്രദ്ധിക്കേണ്ടത്. നമ്മളെ ശക്തരാക്കുന്ന, നമ്മളെ നിയോഗിച്ചിരിക്കുന്ന ആ ദൈവത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ദൈവത്തോട് വിശ്വസ്തരായി, ദൈവത്തിൽ വിശ്വസിച്ച പ്രിയപ്പെട്ടവരെ നമ്മളെ ഏൽപ്പിച്ച ദൗത്യം നിറവേറ്റി ജീവിക്കുവാനായിട്ട് നമുക്ക് തയ്യാറാകാം. ദൗത്യബോധത്തോടെ ജീവിക്കുമ്പോഴാണ്, ദൗത്യം നിറവേറ്റുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമ്മളെ ജീവിത സാഫല്യമടയുക. നേരെ മറിച്ച് ദൗത്യമില്ലാതെ ജീവിക്കുമ്പോഴോ അവിടെ പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ ചിതറിക്കപ്പെടുക. നമ്മളൊന്നും നേടുന്നില്ല നമ്മുടെ ജീവിതം കൊണ്ട്. ഈ ലോകത്തിലെ ജീവിതം വെറുതെ വേസ്റ്റ് ചെയ്യാനുള്ള ജീവിതമല്ല, അത് ദൗത്യം നിറവേറ്റാനുള്ള ജീവിതമാണ്.
അതിനെന്ത് വേണം? യഥാർത്ഥ വിശ്വാസികളായി, യഥാർത്ഥ ശിഷ്യരായി, അതായത് ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട്, ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ട്, പരിശീലിപ്പിക്കപ്പെട്ട്, പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ ജീവിത ദൗത്യം നിറവേറ്റണം. ദൈവസ്നേഹം പകരുന്നതാണ് ജീവിത ദൗത്യം. കർത്താവ് സാധിച്ച രക്ഷ മറ്റുള്ളവർക്ക് അനുഭീതമാക്കുന്നതാണ് നമ്മുടെ മിഷൻ പ്രവർത്തനം. പരിശുദ്ധാത്മാവിനോട് ചേർന്ന വിശുദ്ധിയിൽ വിശുദ്ധീകരണ പ്രവർത്തനങ്ങൾ മുഴുകുന്നതാണ് ശരിക്കും ഉള്ള മിഷൻ പ്രവർത്തനം. സഭയിലെ കൂട്ടായ്മയിലേക്ക് ഏവരെയും ചേർക്കുന്നതാണ് മിഷൻ പ്രവർത്തനം. ദൈവരാജ്യത്തിൽ ഏവരെയും, ദൈവരാജ്യ അനുഭവത്തിലേക്ക് ഏവരെയും നയിക്കുന്നതാണ് യഥാർത്ഥ മിഷൻ പ്രവർത്തനം. പ്രിയപ്പെട്ടവരെ, ഈ മിഷൻ ഞായർ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മൾ ഓരോരുത്തരും മിഷണന്മാരാണ് എന്ന യാഥാർത്ഥ്യമാണ്. അത് ശരിക്കും ബോധപ്പെടണം. അവിടെ നമ്മൾ നമ്മിൽ തന്നെ ഒതുങ്ങുവല്ല, ലോകത്തുള്ള എല്ലാ ക്രൈസ്തവരുമായി നമ്മൾ അവിടെ ഒന്നുചേരുക. അതുകൊണ്ട് തന്നെയും ഇവിടെയുള്ള ആൾക്കാർ, ഇവിടെ നമുക്കുള്ളത് ഇല്ലാത്തവരുമായി പങ്കുവയ്ക്കണം. ഇപ്പം മിഷൻ ഞായറിൽ നമ്മൾ പിരിക്കുന്ന പിരിവുകൾ രൂപത്തിൽ ഈ മിഷൻ പ്രവർത്തനത്തിന് വേണ്ടി ആഗോളതലത്തിൽ നടത്തപ്പെടുന്ന ഈ പിരിവ് ലോകത്തിലെ മിഷന്മാരെ സഹായിക്കാൻ വേണ്ടിയാണ്. ദേവാലയങ്ങൾ പണിയപ്പെടണം, സ്കൂളുകൾ പണിയപ്പെടണം, ആതുരാലയങ്ങൾ പണിയപ്പെടണം, വിദ്യാർത്ഥികൾ പരിശീലിപ്പിക്കപ്പെടണം. അതിനെല്ലാം വേണ്ടിയാണ് അത് ചെലവഴിക്കപ്പെടുക. ആ രീതിയിൽ നമ്മുടെ സമ്പത്ത് കൊണ്ടും, നമ്മുടെ സഹകരണം കൊണ്ടും, നമ്മുടെ പ്രാർത്ഥന കൊണ്ടും, പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ മിഷൻ ദൗത്യം നിറവേറ്റാം. നമ്മുടെ മിഷൻ ആരംഭിക്കേണ്ടത് നമ്മുടെ കുടുംബത്തിലാണ്, നമ്മുടെ കുടുംബ കൂട്ടായ്മയിലാണ്, നമ്മുടെ ഇടവകയിലാണ്, നമ്മുടെ നാട്ടിലാണ്. അങ്ങ് പോയാൽ മാത്രമേ മിഷനാകാൻ പറ്റൂ എന്നുള്ള ചിന്ത വേണ്ട നമുക്ക്. എന്നാൽ ക്രിസ്തുവിനെ അറിയാത്ത അനേകരുണ്ട്. അവിടെ ഇടയിലേക്ക് അയക്കപ്പെടുന്ന ആൾക്കാർ അതിൻ്റെ ദൈവവിളി പ്രോത്സാഹിപ്പിക്കാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരുമ്പെടണം. അതിനുവേണ്ടി കൂടുതൽ പ്രാർത്ഥിക്കുകയും വേണം. എന്നാൽ നമ്മുടെ ജീവിതത്തിലൂടെ ഈശോയ്ക്ക് സാക്ഷ്യം വഹിച്ച് നമ്മുടെ കുടുംബത്തിലും, നമ്മുടെ കുടുംബ കൂട്ടായ്മയിലും, നമ്മുടെ ഇടവകയിലും പ്രേക്ഷിതരായി, നമ്മുടെ നാട്ടിലും കർത്താവിൻ്റെ പ്രേക്ഷിതരായി, കർത്താവിൻ്റെ സാക്ഷികളായി, കർത്താവിൻ്റെ പ്രവർത്തകരായി, പ്രിയപ്പെട്ടവരെ, ദൈവരാജ്യത്തിൻ്റെ പൗരരായി നമുക്ക് ജീവിക്കുവാൻ തയ്യാറാകാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഏവർക്കും ഈ മിഷൻ ഞായറിൻ്റെ മംഗളങ്ങളും അനുഗ്രഹങ്ങളും ഏറ്റവും ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. കൃപാവരത്താൽ ദൈവം നമ്മെ നിറയ്ക്കട്ടെ. ആമേൻ.